വിക്രം വർഷയെ പിന്തുടരുകയാണല്ലോ. എങ്ങനെയും വർഷയെ വിക്രമിന്റെ കയ്യിൽ രക്ഷപ്പെടുത്തണം. ഹലോ ശ്യാമേ, ഞാനിപ്പോ ഇയാളെന്നെ. വർഷയെ പേടിക്കണ്ട, ഞാനെല്ലാം കാണുന്നുണ്ട്. ശ്യാമേ, നീ ഇപ്പൊ എവിടാ? അതൊക്കെ പറയാം. ആദ്യം നീ ഇടതു ഭാഗത്ത് കിടക്കുന്ന ഇടവഴിയിലേക്ക് കയറിക്കോ, വേഗം. ആ വഴി കാറ് വരില്ല, വേഗം ആവട്ടെ. നാളെ രാവിലെ 10 മണിക്ക് മുമ്പ് അമ്പലത്തിലെത്തിയിരുന്നെങ്കിൽ പൂജകളെല്ലാം. നാളെ എനിക്ക് കമ്പറ്റിയാ, അമ്പലത്തിലും പള്ളിയിലൊന്നും പോകാൻ പറ്റില്ല. എന്താ മോനെ, നിന്റെ കയ്യിലെന്താ ഒരു കെട്ട്? എന്തു പറ്റിയതാ? ഒന്നുമില്ലമ്മേ, ഒരു ജോലി കിട്ടി. ജോലിക്കിടയിൽ കൈയൊന്നും ഒരഞ്ഞതാ. കൈ ഒരഞ്ഞെന്നോ? അതിന് നീ സർക്കസിലാണോ ജോലി ചെയ്യുന്നത്? അതിന് വഴിയൊന്നുമില്ല. കാരണം ശരീരമനങ്ങാത്തവരെയൊന്നും സർക്കസിലെടുക്കാറില്ലല്ലോ. എടി, ഇത് പണിയെടുക്കുന്നതിനിടെ മുറിഞ്ഞതൊന്നുമല്ല. വഴിക്ക് വെച്ച് ഏതെങ്കിലും കടക്കാരെ കണ്ടപ്പോൾ അവരിവന്റെ കൈ പിടിച്ച് തറയിൽ ഉരച്ചതായിരിക്കും. മോനെ, വലിയ മുറിവാണോടാ? ഇല്ലമ്മേ, ചെറുതായിട്ടേ ഉള്ളൂ. എന്നാ മോൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, അമ്മ ആഹാരം എടുത്തു വെക്കാം. എന്താ മോനെ, കയ്യിലൊരു പൊതിയൊക്കെ? ഇത് കുറച്ച് മധുരപലഹാരങ്ങൾ വാങ്ങിയതാ. നന്നായി. ഈ സമയത്ത് ഹരിത ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. ഒന്ന് മാറാ. മുറുക്ക്. ഇതെന്താ? പരിപ്പ് വട. ഹലോ മോനെ, നീ ഇത് ഏത് ഉൾപ്പാതിൽ നിന്നാടാ വാങ്ങിയത്? വൃത്തിയും വീറുമില്ലാത്ത പലഹാരങ്ങളും വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നു. ഗർഭിണിയായ ഭാര്യയുടെ കൊതി മാറ്റാൻ. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? മനോജ് അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന പലഹാരങ്ങളാ നിങ്ങൾ എടുത്ത് കളഞ്ഞത്. ഞാൻ മതി അപ്പച്ചി. അങ്ങനെ പറയരുത്. നന്നായിട്ട് ആഹാരം കഴിക്കണം. ഒരാളല്ല, 2 ആളാണെന്നുള്ള കാര്യം മറക്കാൻ പാടില്ല. അല്ല, നിന്റെ അമ്മയ്ക്ക് ഇതിലൊന്നും വലിയ ശ്രദ്ധയില്ല. എന്റെ അമ്മയൊക്കെ ഞാൻ ഗർഭിണിയായിരുന്ന സമയത്തെ എന്തെല്ലാം കുറുക്കുകൾ ഉണ്ടാക്കി തരുമെന്നറിയാവോ? ഈ സമയത്ത് അമ്മമാര് കഴിക്കുന്ന ഭക്ഷണമാ കുട്ടിയുടെ ആരോഗ്യവും ബുദ്ധിയും ഒക്കെ. ഭക്ഷണം മാത്രം നന്നായിട്ട് കാര്യമില്ലല്ലോ, ജീനും ഒരു പ്രധാന പ്രശ്നമാണ്. മത്തൻ എത്ര കുത്തിയാലും കുമ്പളം മുളക്കില്ലല്ലോ. അയ്യോ, നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല മോളെ. മനോജിന് ജോലിയും കൂലിയില്ല, അത് പോട്ടെ. അവൻ രാവിലെ ഒരു ബാഗും തൂക്കി പിടിച്ച് ഇന്റർവ്യൂവിനൊന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയതല്ലേ. ഇപ്പൊ സമയം പാതിരാത്രിയായി, ഇതുവരെ വന്നോ? ഇവിടെ അവന്റെ കുഞ്ഞിനെയും വയറ്റി ചുമന്നോണ്ട് ഒരു പെണ്ണിരിപ്പുണ്ടെന്നുള്ള വല്ല വിചാരവും അവനുണ്ടോ? അവന്റെ പോക്ക് കണ്ടപ്പോഴേ എനിക്കറിയാം അത് ഇന്റർവ്യൂവിനൊന്നും ഉള്ള പോക്കല്ലെന്ന്. അല്ല, പറഞ്ഞിട്ട് എന്ത് കാര്യം? അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു തീർത്തല്ലേ പറ്റൂ. വേണ്ട അപ്പച്ചി. വേണം. ഇതുകൂടെ കഴിച്ചിട്ട് പോയാ മതി. കഴിക്കുമോളെ.
നല്ല ആഹാരം മാത്രം കഴിച്ചിട്ടും കാര്യമില്ല. അല്ല, മനസ്സ് സന്തോഷായിട്ട് വെക്കണം. ഈ സമയത്ത് പെൺകുട്ടികൾ ഭർത്താവിന്റെ പരിചരണവും സ്നേഹവും ഒക്കെ ആഗ്രഹിക്കും. ആ സാരമില്ല, മോള് കഴിക്കും. പഠിക്കുന്ന സമയത്ത് നമുക്ക് ചില പ്രേമവും നേരം പോക്കും ഒക്കെ തോന്നും. അതൊക്കെ അവിടെ വെച്ച് അവസാനിപ്പിക്കണമായിരുന്നു. ആവശ്യമില്ലാതെ തോളത്തെടുത്ത് വെച്ച് നടന്ന ഇതുപോലെ ജീവിതം തന്നെ ഒരു ഭാരമായി തോന്നും. വരുന്നുണ്ട്. ക്രോന്തിയൂറ്റലൊക്കെ കഴിഞ്ഞിട്ട് തിരികെ വരുന്ന സമയം കൊള്ളാം. രാവിലെ ഇറങ്ങി പോയവനാ പാതിരാത്രിക്ക് വന്നു കയറി. അതും പോട്ടെ, വന്നപ്പോഴെങ്കിലും അവന്റെ കൊച്ചിനെയും വയറ്റി ചുമന്നോണ്ടിരിക്കുന്ന ഭാര്യയുടെ അടുത്ത് വന്ന് എന്തെങ്കിലും ഒരു നല്ല വാക്ക്. അതെങ്ങനാ? കുടിച്ചു ബോധമില്ലാതായിരിക്കുമല്ലോ വരവ്. ഉത്തരവാദിത്വമില്ലാത്ത തെമ്മാടി.